പുതിയ വഴികൾ, പുതിയ ആശയങ്ങൾ. നമുക്കൊരുമിച്ച് സഞ്ചരിക്കാം. സിറ്റി ന്യൂസ് വേ. മയക്കുമരുന്നിനെതിരെ CPM പറവൂർ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മനുഷ്യക്കോട്ടയുയർത്തി. വിവിധ ഇടങ്ങളിൽ പ്രമുഖർ ഉദ്ഘാടനം ചെയ്തു. തെക്കേനാലുവഴിയിൽ നടന്ന സമ്മേളനം ജില്ലാ ലൈബ്രറി കൗൺസിൽ അംഗം PP അജിത് കുമാർ ഉദ്ഘാടനം ചെയ്തു. CPMന്റെ നേതൃത്വത്തിൽ ഇന്ന് 10-ാം തീയതി ഐതിഹാസികമായിട്ടുള്ള ഒരു സമര പോരാട്ടത്തിന് തുടക്കം കുറിക്കുകയാണ്. നമ്മുടെ പൊതുസമൂഹത്തെ ബാധിച്ചിട്ടുള്ള ലഹരി, പ്രത്യേകിച്ച് രാസലഹരികൾ നമ്മുടെ രാജ്യത്തിനകത്ത് വലിയ അപകടകരമായ ഒരു അവസ്ഥയിലേക്ക് നയിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ കുറച്ച് നാളുകളാണ് ഇത്തരത്തിൽ വ്യാപകമായി ലഹരി ഉപയോഗത്തെ സംബന്ധിച്ച് പൊതുസമൂഹം വളരെ ഗൗരവമായി ചർച്ച ചെയ്യാനിടയായിട്ടുള്ളത്. അതിനിടയായിട്ടുള്ള രാഷ്ട്രീയ സാഹചര്യങ്ങൾ നമ്മുടെ രാജ്യത്തിനകത്തുണ്ട്. കേന്ദ്രം ഭരിക്കുന്ന ഗവൺമെന്റ് ലഹരി വരുന്ന മേഖലകൾ, പ്രത്യേകിച്ച് രാജ്യത്തിനകത്തേക്ക് ലഹരി കടന്നു വരുന്ന മേഖലകൾ എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്തെ പോർട്ടുകളും എയർപോർട്ടുകളാണ്. ആ എയർപോർട്ടുകൾ നിയന്ത്രിക്കാൻ ഉള്ള പരിപൂർണമായിട്ടുള്ള അവകാശം കേന്ദ്ര ഗവൺമെന്റിനായിരുന്നു. പക്ഷേ കേന്ദ്ര ഗവൺമെന്റ് ഇപ്പോൾ ആഗോളവൽക്കരണ, ഉദാരവൽക്കരണ നയങ്ങളെല്ലാം നടപ്പിലാക്കിയതിന്റെ ഭാഗമായി രാജ്യത്തെ പോർട്ടുകളും എയർപോർട്ടുകളും എല്ലാം സ്വകാര്യവൽക്കരിച്ചു. സ്വകാര്യവൽക്കരിച്ചതിന്റെ ഭാഗമായി ആ മേഖലയിലൂടെ ലഹരി നമ്മുടെ രാജ്യത്തേക്ക് യഥേഷ്ടം കടന്നു വരാനുള്ള ഒരു രാഷ്ട്രീയ സാഹചര്യം കഴിഞ്ഞ 5-8 വർഷങ്ങൾക്കിടയിൽ രാജ്യത്തിനകത്ത് രൂപപ്പെട്ടിട്ടുണ്ട്. അതൊരു നയ വ്യതിയാനത്തിന്റെ ഭാഗമായി രൂപപ്പെട്ടിട്ടുള്ള രാഷ്ട്രീയമായ തീരുമാനത്തിന്റെ ഭാഗമായി വന്നിട്ടുള്ള കാര്യമാണ്. അത് തടയാൻ വേണ്ടി നേതൃത്വം കൊടുക്കേണ്ടത് രാജ്യം ഭരിക്കുന്ന ഗവൺമെന്റാണ്. ആ ഗവൺമെന്റ് ആണെങ്കിൽ സ്വകാര്യവൽക്കരണത്തിന് നേതൃത്വം കൊടുക്കുകയും അദാനിയെ പോലുള്ള ആളുകളെ രാജ്യത്തിനകത്ത് വളർത്തിക്കൊണ്ടുവരുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യം ഉണ്ടാക്കിയിട്ടുണ്ട്. പള്ളിയാക്കൽ സഹകരണ ബാങ്ക് പ്രസിഡന്റ് AC ഷാൻ ലഹരി വിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. തകർക്കുന്ന മാരക വിപത്താണ് മയക്കുമരുന്ന്. ലഹരി വസ്തുക്കൾ എന്ന സത്യം ഞാൻ തിരിച്ചറിയുന്നു. ലഹരി വസ്തുക്കളുടെ ഉപയോഗം അത് ഉപയോഗിക്കുന്ന വ്യക്തിയോടൊപ്പം കുടുംബത്തെയും സമൂഹത്തെയും പൂർണ്ണമായും നശിപ്പിക്കുമെന്നും ഞാൻ മനസ്സിലാക്കുന്നു. ഞാനും എന്റെ സമൂഹവും ഇത്തരം ലഹരിയിൽ വീഴാതിരിക്കാനുള്ള എല്ലാ ശ്രമങ്ങളും ഞാൻ നടത്തും. ജീവിതമാണ് ലഹരി എന്ന ആശയം എന്റെ ജീവിതത്തിൽ പകർത്തുന്നതിനോടൊപ്പം മറ്റുള്ളവരുടെ ജീവിതത്തിൽ ഈ ആശയം പകർത്തുന്നതിന് ഞാൻ പ്രയത്നിക്കുകയും ചെയ്യും. ലഹരിമുക്ത നവകേരളം പടുത്തുയർത്തുവാൻ എന്റെ എല്ലാ കഴിവുകളും വിനിയോഗിച്ച് പ്രവർത്തിക്കും എന്നും ഞാൻ ഇതിനാൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നു. പ്രതിജ്ഞ പ്രതിജ്ഞ പ്രതിജ്ഞ. പുതിയ വഴികൾ, പുതിയ ആശയങ്ങൾ. നമുക്കൊരുമിച്ച് സഞ്ചരിക്കാം. സിറ്റി ന്യൂസ് വേ.